ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ പ്ലസ് ഒരു ലോങ് വീഡിയോ ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്താ കടലമാവ്, കാപ്പിപ്പൊടി ആൻഡ് സം കേർഡ്. ഫേസ് പാക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മുഖത്തിടാമെന്ന് വിചാരിച്ചു. മുഖത്ത് ഇപ്പോൾ നന്നായിട്ട് ടാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ അവിടേക്ക് പോക്കും ഇവിടേക്ക് പോക്കൊക്കെ ആയതുകൊണ്ട് നല്ല ടാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടണോണ്ടറിയില്ല, ഫുൾ കുരുവാണ് മുഖത്ത്. ഇപ്പോൾ അടുപ്പിച്ച് പരിപാടിയാണ്, അപ്പോൾ കുരു മേളയാണ് മുഖത്ത്. എന്തു ചെയ്യാനാ? ദേഷ്യം വരുന്നുണ്ട്. വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ ഒരു കുരുവില്ല, ലോകസുന്ദരി അത്രല്ല. ഓക്കെ, കട്ടിലിടുന്നതിൻ്റെ ഉദ്ദേശം ഇന്ന് തന്നെ എൻ്റെ എല്ലാ കുരു മാറും എന്നുള്ള പ്രതീക്ഷ, ശുഭപ്രതീക്ഷ. ഓക്കെ, മതി, സമയമില്ല, നമുക്ക് വേറെ പണികളുണ്ട്. കൈമിടാം, ബിക്കോസ് കൈമ സൂപ്പർ ടാനാണ്. വത്തിക്ക വെച്ചാ. പിന്നെ എവിടെയെങ്കിലും പോണ സമയത്ത് മാത്രമാണ് എനിക്ക് നഖം വെട്ടാ എന്നുള്ളൊരു ഓർമ്മ വരുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? പിന്നെ ഞാൻ നഖം അങ്ങോട്ട് മൊട്ടയാക്കി കൊടുക്കും. എനിക്കങ്ങനെ നീട്ടി വളർത്തുന്നത് ഇഷ്ടമല്ല. നന്നായിട്ടുണ്ട്. ഞാൻ കേർഡ് കുറച്ച് തലയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളെ ഹെയർ കെയറും ചെയ്തിട്ട്, പക്ഷേ സമയമില്ല. അപ്പോൾ നമുക്കിത് വേഗം അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു നീണ്ട കുളിന് ശേഷം ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം എനിക്ക് മേക്കപ്പ് ചെയ്യാനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഫേസിൽ അത്രയും ടാനും പിന്നെ അതേപോലെ കുഞ്ഞു കുരുക്കളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് എല്ലാം ചെയ്താൽ ഭയങ്കര ഡള്ളാവുമെന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ട് കൺസീലർ ഇട്ട് കൊടുത്തു കണ്ണിൻ്റെ അടിയിൽ. പിന്നെ എവിടേക്കാണ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അവിടെയൊക്കെ ഞാൻ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ ടൈമും ഞാൻ മിററിൽ നോക്കുന്നുണ്ട്. മിററിൽ നോക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ഒരു ഗുമ്മ കിട്ടണില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് മതി, ഇനി കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡള്ളാവുമെന്നൊരു തോന്നൽ. പിന്നെ ഞാൻ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറായിരുന്നു അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഞാനൊരു ക്രീം കളർ അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ ഞാൻ ബ്രൗൺ കളർ അപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ചെറിയൊരു മസ്കാരയാണ് കേട്ടോ. ഈ മസ്കാര കുഴപ്പമില്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പർപ്പിളിൽ എന്തോ ഓർഡർ ചെയ്തതാണ്. ഇത് ഞാൻ മിററിൽ നോക്കിയിട്ടാണ്, ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റണില്ല. ഞാൻ ഇപ്പോൾ മിററിൽ നോക്കി ചെയ്തു. മിററിൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഫോണിൽ നോക്കുമ്പോൾ ഇത് ഓവറാണോ എന്നൊരു ഡൗട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു വാലിട്ട് കൊടുക്കാമെന്ന്. കാരണം മേക്കപ്പും ഐയും പിന്നെ ഫേസും തമ്മിൽ എന്തോ ഒരു മാച്ച് ആവാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മേക്കപ്പ് അത്രയും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ നന്നായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, കാരണം ചുണ്ടും നിങ്ങൾ കണ്ടില്ല, അതും പിഗ്മെൻറ്റഡ് ആണ്. ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കടമയാണ്. പിന്നെ നന്നായിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. പക്ഷേ ഈ ഡ്രസ്സിന് ഇത് പിങ്ക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് സ്യൂട്ടായി. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ചീക്സിലും അതേപോലെ മൂക്കിൻ്റെ മേലും മൂക്കിൻ്റെ പാലത്തും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ബ്ലഷിന് വേണ്ടിയിട്ട്. ബ്ലഷ് എനിക്ക് സെയിം കളർ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്കിനെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ടും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. പിന്നെ എനിക്ക് അധികം മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ വാരിക്കുരിട്ട് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഞാൻ അതും കൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത പോലെ ആയിരിക്കും. പിന്നെ ഞാൻ നമ്മുടെ ടാൽക്കം പൗഡർ എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുടി ഞാൻ തല നനച്ച് കുളിച്ച കാരണം അതും ഒരു കോമാളിയായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വെറുതെ മുടി ബാക്കിൽ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഞാൻ സ്പ്രേ അടിച്ചു. എനിക്ക് മാച്ചിനൊരു വള എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു പിങ്ക് വാച്ച് എൻ്റെ അടുത്ത് മാച്ചിനുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇഷ്ടമായോ നിങ്ങൾക്ക്? എനിക്കിഷ്ടമായില്ല, എനിക്കിഷ്ടാവണില്ല.
പിന്നെ എന്ത് ചെയ്തിട്ടൊരു മെന ആവുന്നില്ല എന്നുള്ളൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. കണ്ണട വെച്ചാൽ എനിക്കറിയാം ഈ ലുക്ക് ഈസ് നോട്ട് ഗുഡ്, ബട്ട് നമുക്ക് മൈഗ്രൈൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണട വെച്ചിട്ട് മതിയാകും. പിന്നെ അവിടെ എത്തി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമീനൊക്കെ കണ്ട്, മാമി ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടണേന്. ഇതെൻ്റെ സിസ്റ്ററാ. ഇവള് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവളുടെ ഐ മേക്കപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എങ്ങനെ നീ മേക്കപ്പ് ചെയ്താൽ എനിക്ക് ടിപ്സ് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിനെ കുറിച്ച് ഞാൻ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ചുള്ള എൻ്റെ ഉമ്മാടെ വീട്ടിലേക്ക്, അവിടുന്ന് ഞങ്ങൾ കാറിൽ നിറയെ ആളുകളുമായി ഞങ്ങളുടെ ഉമ്മാടെ വീട്ടിലേക്ക് പോയി. ഇവൻ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ഇവൻ ഞങ്ങൾ വിളിച്ചൊന്നുമില്ല, പക്ഷെ വന്നു. പിന്നെ ഇവന് ഇവൻ്റെ വിചാരം വീട്ടിൽ വന്ന വൈബാണ്. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ.